ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വാഴപ്പിണ്ടി കൊണ്ടൊരു പുളിങ്കറിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഒഴിച്ചുകറിയാണ് കേട്ടോ ഇത്. കറി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം വാഴപ്പിണ്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതും നമ്മൾ ഫുള്ളൊന്നും എടുക്കുന്നില്ല, ഇതിൻ്റെയും പകുതിയാണ് കേട്ടോ എടുക്കുന്നത്. ഇനി ഇതിൻ്റെ നാരൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി ഇതുപോലെ പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഒരൽപ്പം മുളക് പൊടിയും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഒരൽപ്പം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കോരി മാറ്റി വയ്ക്കാം. ഇനി കറി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഉലുവ 2-3 ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് 2 വറ്റൽമുളക് ഇതുപോലെ കട്ട് ചെയ്തതും വേപ്പിലയും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വാഴപ്പിണ്ടിയൊക്കെ വാടി വരുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇത് പാകത്തിന് വഴണ്ടി വരുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു ചെറിയ ഉരുള പുളിയാണ് കേട്ടോ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വെള്ളമാണ് ഈ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള 1 കപ്പ് വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പൊടികളുണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് തിളപ്പിക്കുമ്പോഴേക്കും കറി റെഡിയാവും കേട്ടോ. ഈ ഒരു കറി ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. മാത്രമല്ല ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. Thanks for watching.